നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ സ്പോർട്സ് ഡെസ്കിലേക്ക് സ്വാഗതം. മാച്ചിന്റെ വിശകലനമായിട്ട് നമ്മളിവിടെ രാജേഷ് ബ്രോ ഉണ്ട്. നമുക്ക് ചോദിക്കാം. ബ്രോ രാജസ്ഥാന്റെ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. ഓക്കെ, നമുക്ക് അടുത്ത മത്സരം എൽ ക്ലാസിക്കോ. എല്ലാവരും ആകാംക്ഷയോടെ എത്തി നോക്കുന്ന മത്സരം. ഒറ്റ പേര് തന്നെ രണ്ട് ടീമിൽ തിരിച്ചറിയാൻ പറ്റും. എൽ ക്ലാസിക്കോ, മുംബൈ, ചെന്നൈ. എങ്ങനെ കാണുന്നു രണ്ട് ടീമും? രണ്ട് ടീമിനും പുതിയ ക്യാപ്റ്റന്മാരെ കീഴിലാണ് രണ്ട് ടീമും വരുന്നത്. ചെന്നൈ ആണെങ്കിൽ ഋതുരാജിന്റെ അണ്ടറിലാണ്, മുംബൈ ഹാർദിക്കിന്റെ അണ്ടറിലാണെങ്കിലും ഹാർദിക് ഈ മാച്ച് കളിക്കുന്നില്ല. സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. ഒരു ശക്തമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിലുള്ള ചെന്നൈയിലാണ് ചെപ്പോക്കിലാണ് മാച്ച് നടക്കുന്നത്. അതിനൊരു അപ്പർ ഹാൻഡ് അവർക്ക് ഉണ്ടാവും. കാരണം ചെന്നൈ എപ്പോഴും ഒരു ഹോം അഡ്വാൻറ്റേജ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അവരുടെ സ്ട്രെങ്ത് എന്നുള്ളത് എന്നും സ്പിൻ ബോളേഴ്സ് ആണ്. അപ്പൊ അതുപോലെ ഒരു വിക്കറ്റ് തന്നെ ആയിരിക്കും ചെന്നൈയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ സ്പിൻ ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ മുംബൈ ചെന്നൈയുടെ അവരുടെ സ്പെഷ്യൽ ബോളറായിരുന്നു ദീപക് ചാഹർ മുംബൈയിലേക്ക് വന്നു. രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന അശ്വിനെ ഒരു തിരിച്ചു കൊണ്ടുവന്നു. അശ്വിന്റെ മടങ്ങി വരും എത്രമാത്രം ചെന്നൈന് ഗുണം ചെയ്യും? തീർച്ചയായിട്ടും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ചെന്നൈക്ക്. അശ്വിൻ കളിച്ചു വളർന്ന ഹോം ഗ്രൗണ്ടാണ് ചെപ്പോക്ക്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്തായാലും ചെന്നൈക്ക് ഉണ്ടാവും. മാത്രമല്ല ഒരു സ്പിൻ ഫ്രണ്ട്ലി ട്രാക്ക് തന്നെയായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ചെപ്പോക്ക് മനഃപ്പാടമായിട്ടുള്ള മറ്റൊരു പ്ലെയർ ആണ് ദീപക് ചാർ. മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ സൈഡിലും ഉണ്ട്. അത് മുംബൈക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ മുംബൈക്ക് ഒരു തിരിച്ചടിയുള്ളത് അവരുടെ സ്ട്രൈക്ക് ബോളർ ബുംറ ഇഞ്ചുറി കാരണം കളിക്കുന്നുണ്ടാവില്ല. എന്നിരുന്നാലും മിച്ചൽ സാനൽ മറ്റൊരു പ്ലെയറാണ്. ചെന്നൈയുടെ മറ്റൊരു പ്ലെയർ മിച്ചൽ സാനൽ ഇപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. അതിന്റെ അഡ്വാൻറ്റേജും മുംബൈക്കും ഉണ്ടാവും. പിന്നെ പരസ്പരം കളിക്കുമ്പോൾ ഇതെല്ലാം പേപ്പറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പുതിയൊരു താരമായിരിക്കും വന്ന് കളിക്കുന്നത്. അതാരാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ മുംബൈയുടെ ഓപ്പണേഴ്സ് ആണോ ചെന്നൈയുടെ ഓപ്പണേഴ്സ് ആണോ ഇവരുടെ അഭിപ്രായത്തില്? മുംബൈ ആരെ ഇറക്കും അറിയില്ല എങ്കിൽ പോലും ഒരു സൈഡിൽ രോഹിത് ഉണ്ടാവും. അത് നമുക്ക് മസ്റ്റാണ്, അറിയാം, നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് രോഹിത് ഒരു കെൽട്ടൺ ബാറ്റിംഗ് പ്ലെയർ ആയിരിക്കും മുംബൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. ചെന്നൈക്ക് വേണ്ടി ഡെവൻ കോൺവേയും ഒരു സൈഡിലുണ്ടാവും. സെക്കൻഡ് ഓപ്പണർ ആരംഭിക്കുക രജീന്ദ്ര ആയിരിക്കും. രണ്ടുപേരും രണ്ടോ ടീമിന്റെയും ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. എല്ലാ കാലത്തും സ്ട്രോങ് ആണ്. ആ ഒരു ലെഗസി അവർ ഈ ടൂർണമെന്റിലും കീപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാപ്റ്റൻസിലേക്ക് വരുമ്പോൾ ഗൈക്വാഡിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഗൈക്വാഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെ സൂര്യ ആദ്യത്തെ മാച്ചിന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇന്ത്യയുടെ 2020 പ്ലെയർ ക്യാപ്റ്റനാണ്. ഇവർ തമ്മിലൊരു കമ്പാരിസൺ. ഋതുരാജിന് എക്സ്പീരിയൻസ് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് ഋതുരാജ്. അതുപോലെ തന്നെ IPL-ലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയർ ആണ്. ധോണി അണ്ടറിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവ് ഋതുരാജിനെ എഫക്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ, ഒരു ഡൗട്ടോ ക്ലാരിറ്റിയോ ഇല്ലായ്മ വന്നാൽ ഋതുരാജിനെ ബാക്ക് ചെയ്യാൻ ധോണി ഗ്രൗണ്ടിലുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ സൂര്യ എന്ന് പറയുമ്പോൾ സൂര്യ ഇന്ത്യയുടെ T20 ക്യാപ്റ്റനാണ്. മികച്ചൊരു വിന്നിംഗ് സ്ട്രീക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാപ്റ്റനാണ്. അവിടെയും പാടിച്ചു പറ്റി കഴിഞ്ഞാൽ രോഹിത് ബാക്കിലുണ്ട്. ചെന്നൈക്ക് ഋതുരാജിന്റെ ബാക്കിൽ കളിയുള്ളത് പോലെ സൂര്യയുടെ ബാക്കിൽ രോഹിത് ശർമ്മ ഉണ്ട്. അതുകൊണ്ട് ക്യാപ്റ്റൻസി ഒന്നൊരു ഇഷ്യൂ വരില്ല. കുഴപ്പമില്ല. പിച്ചിന്റെ ഒരു സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെന്നൈ വിക്കറ്റ് എപ്പോഴും ഒരു സ്പിന്നർ ഫ്രണ്ട്ലി വിക്കറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാറ്. കാരണം അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ സ്പിന്നേഴ്സ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അശ്വിൻ ഓൾറെഡി ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു സ്പിൻ ഫ്രണ്ട്ലി വിക്കറ്റ് തന്നെയായിരിക്കും ഇപ്രാവശ്യം ചെന്നൈ ഒരുക്കുന്നത്. പക്ഷെ ഒരു ഡൗട്ട് ഉള്ളത് ഇപ്പുറത്തും സ്ട്രോങ് സ്പിന്നേഴ്സ് ഉണ്ട്. മുംബൈക്കും സ്ട്രോങ് സ്പിന്നേഴ്സ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ ഒരു പോരായ്മ സ്പിന്നേഴ്സ്. അതെ. ഇപ്രാവശ്യം നമ്മുടെ അഫ്ഗാനിൽ ഒരു സ്പിന്നർ ഉണ്ട്. പക്ഷെ അദ്ദേഹം ടീമിനില്ല. ടീമിൽ കളിക്കുന്നില്ല എന്നാണ്. അല്ല, അതിനുശേഷം ഒരു വേറെ അഫ്ഗാനെ അയാൾക്കും വരിക തന്നെയാണോ അറിയില്ല. വേറെ ടീം റീപ്ലേസ്മെന്റ് വന്നോന്ന് അറിയില്ല. അവരെടുത്ത ആ അഫ്ഗാൻ പ്ലെയർക്ക് ഇഞ്ചുറി പറ്റിയിരുന്നു ചിലപ്പോൾ. പക്ഷെ റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം ടീമിന്റെ ഒപ്പം തുടങ്ങി സെക്കൻഡ് ഫേസിലായി കളിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. അശ്വിൻ മടങ്ങി വന്ന എന്താണെങ്കിലും ചെന്നൈനെ സംബന്ധിച്ച് വളരെ സന്തോഷം. 100%. ഓക്കെ, രോഹിത് ശർമ്മ ഫിറ്റ്നസ് ആണ് കഴിഞ്ഞ ICC ടൂർണമെന്റിൽ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ മെയിൻ ആയിട്ട് പറഞ്ഞു. ആ ഫിറ്റ്നസിന്റെ ഒരു ചോദ്യം അയാൾ കപ്പടിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. എന്തുകൊണ്ട്? ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർക്ക് ഒരു ഫിറ്റ്നസ് ഇഷ്യൂ വെച്ചിട്ട് അയാൾ കളിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. രോഹിത്തിന്റെ തടിയാണ് നിങ്ങൾ ഫിറ്റ്നസ് എന്ന് പറയുന്നതെങ്കിൽ അതിനോട് 1% പറഞ്ഞ് യോജിക്കേണ്ട. ഒരു ക്രിക്കറ്റർക്ക് തടിയുള്ള ഒരു ഫിറ്റ്നസ് കുറവൊന്നുമല്ല. തടിയുള്ള എത്രയോ പ്ലേയേഴ്സ്
പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻസമാമുൽ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്, തടിയുള്ള പ്ലേയേഴ്സ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. രോഹിത് ശർമ്മയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തടിയൊന്നും വിഷയമല്ലാതെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തെളിയിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ എന്തൊക്കെ കുറച്ചുകൂടി തെളിയിക്കണം. കഴിഞ്ഞ വർഷത്തെ എഡിഷൻ IPL കുറച്ച് മോശമായിരുന്നു, മുംബൈ ഇന്ത്യൻസിന്റെ പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം മറികടക്കാനായിട്ട് ഈ വർഷം ഒരു ബ്രില്യൻ പെർഫോമൻസ് രോഹിത് ശർമ്മയെ മനസ്സിൽ കണക്കൂട്ടി തന്നെയായിരിക്കും വരുന്നത്. രണ്ട് ടീമിനും അതുപോലെ തന്നെ നമുക്ക് ഫിനിഷർമാർ ഇമ്പോർട്ടന്റ് ഘടകമാണല്ലോ. ഇപ്പൊ മുംബൈയുടെ ഫിനിഷർ എന്ന് പറയാനായിട്ട് നമുക്കൊരു നമ്മുടെ ഹാർദിക് ഇല്ല, പാണ്ഡ്യ ഇല്ല. ആരാ അവര് ഫിനിഷർ? ജാക്സനെ വെക്കൂ, അത് വേറൊരു ടീം താരത്തിലേക്ക് പോകും. വിൽ ജാക്സൺ നല്ലൊരു ഓപ്ഷനാണ്. വിൽ ജാക്സനെ നമുക്ക് ഇവിടെ നമ്മുടെ ഫിനിഷറിലേക്ക് വെക്കാൻ പറ്റുമോ, അതൊരു ഓപ്പണിംഗ് തരത്തിലോട്ട് പടയ്ക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നത് വിൽ ജാക്സ് ഒരു ഫിനിഷർ റോളിലായിരിക്കും വരാൻ ചാൻസ്. റിക്കൽട്ടൺ ഉള്ളതുകൊണ്ട് റിക്കൽട്ടൺ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ ചാൻസ് കൂടുതൽ രോഹിത് ശർമ്മയുടെ ഒപ്പം. പിന്നെ ചെന്നൈ സംബന്ധിച്ചിട്ട് അവർ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, ഒപ്പം ധോണിയുണ്ട്, ജഡേജ ഉണ്ട്. പക്ഷെ മുംബൈയിലേക്ക് വരുമ്പോൾ മുംബൈയുടെ ഒരു കീരൺ പൊളാർഡ് ഒരു വഹിച്ചിരുന്ന സ്ഥാനമാണ് ഫിനിഷിംഗ് റോള്. അതോടൊപ്പം ഹാർദിക് പാണ്ഡ്യയോടൊപ്പം അദ്ദേഹം ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോബാണ് ഫിനിഷറുടെ. അദ്ദേഹത്തിന്റെ ഒരു അഭാവം കഴിഞ്ഞ 2 സീസണായിട്ട് മുംബൈക്ക് ഉണ്ട്. പക്ഷെ വിൽ ജാക്സ് ഒരു പരിധി വരെ അത് പരിഹരിക്കുന്നതാണ്. അദ്ദേഹത്തിന് റീപ്ലേസ് ആയിട്ട് നമുക്ക് ടിം ഡേവിഡ് വന്നു, ക്യാമറോൺ ഗ്രീൻ വന്നു, പക്ഷെ ക്ലിക്കായില്ല. അതെ, ക്ലിക്കായില്ല. ടിം ഡേവിഡും ക്യാമറോൺ ഗ്രീനൊക്കെ പ്രാക്ടീസിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് അവരുടെ അടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുംബൈ അവരെ ഇപ്രാവശ്യം ഒഴിവാക്കി ചെയ്തതും. പക്ഷെ വിൽ ജാക്സ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു വിടവ് നികത്തും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സ്പിന്നിലേക്ക് വരുമ്പോൾ സ്ട്രോങ് ടീം ഏതാണ്? നമ്മുടെ അശ്വിൻ ജഡേജ കോംബോയാണോ, സാൻഡർ? ഞാൻ ആക്ച്വലി മനസ്സുകൊണ്ട് ഒരു മുംബൈ ഇന്ത്യൻസ് ഫാൻ ആണെങ്കിൽ കൂടി ഞാൻ സ്പിന്നിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരു എഡ്ജ് അശ്വിൻ ജഡേജ സഖ്യത്തിനുണ്ട്. പേസിലേക്ക് വരുമ്പോൾ ബുംറയുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ദീപക് ചാഹർ, ട്രെന്റ് ബോൾട്ട് സഖ്യത്തിൽ വിശ്വസിപ്പിക്കുകയാണ്. ഓപ്പണിംഗിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ചെന്നൈക്ക് കൊടുക്കേണ്ടി വരും. ഡെവൻ കോൺവേ, രജിൻ രവീന്ദ്ര സഖ്യമാണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് കൊടുത്തേ പറ്റൂ. മറിച്ച് അതേപോലെ തന്നെ ഇപ്പുറത്ത് രോഹിത് ശർമ്മ എന്നുള്ള ഒരു സിംഗിൾ ഫാക്ടർ നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് മത്സരം ചെയ്യിപ്പിക്കാൻ കഴിയുള്ള ആളാണ്. അപ്പൊ നമുക്ക് 3-2 തുടക്കം. ബോളിംഗില് ചെന്നൈ തീർച്ചയായിട്ടും. കാരണം ഓപ്പണേഴ്സ് മാത്രമല്ല, 1 ഡൗൺ വരുന്ന തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, 360 രണ്ടുപേരും ഡേഞ്ചേഴ്സ് ആണ്. ഈ രോഹിത് ശർമ്മ പറഞ്ഞ മാതിരി തന്നെ രണ്ടുപേരും മാച്ചസ് സ്വന്തം കഴിവുകൊണ്ട് ജയിപ്പിക്കാൻ കഴിവുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ നാഗേഷ് ബ്രോ 1.5 മണിക്കൂർ ഇനി കളിയുള്ളൂ തുടങ്ങാനായിട്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം രോഹിത് ശർമ്മയുടെ ഫുൾ ഷോട്ടും ധോണിയുടെ ഹെലികോപ്റ്ററും എല്ലാം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രേക്ഷകരെ, നിങ്ങളോടൊപ്പം ഞങ്ങൾ മാച്ച് കാണാനുണ്ട്. നമുക്ക് മാച്ചിന് ശേഷം തിരിച്ചു വരാം. ടീം NBA9 സൈനിങ് ഓഫ്.